ബെന്നിയേട്ടാ അവിടെ ടിക്കറ്റ് ഒക്കെ കൊടുത്തു തുടങ്ങി. ആൾക്കാർ ഇപ്പൊ കേറി വരും. റിവ്യൂ എടുക്കാൻ വരുന്നവരെ കൊണ്ട് പല്ലികളായ നമ്മളെ ഒന്നും പറയിപ്പിക്കരുത്. ബെന്നിയേട്ടൻ പോ. എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. എന്ത് പച്ച മലയാളത്തിൽ പറഞ്ഞ തേപ്പ്. ഞാൻ കണ്ടായിരുന്നു അന്ന് ആ മുറിവാലം പല്ലി നീയുമായിട്ട് ആ ബാറോസിന്റെ അന്ന് ആ പ്രൊജക്ട് റൂമിൽ കിടന്ന് ചുറ്റിക്കറങ്ങണം. അയ്യോ, അത് ഞങ്ങൾ കറങ്ങാൻ പോയതല്ല. അവന്റെ മുറിഞ്ഞു പോയ വാല് തപ്പാൻ പോയതാ. നിനക്ക് കറങ്ങലിത്തിരി കൂടുന്നുണ്ട്. എടി ലില്ലി, നീ ഒരു കാര്യം ഓർത്തോ, വാലി മുറിഞ്ഞ് തിയേറ്ററിൽ വീണാലും തിയേറ്ററിൽ നിന്ന് വാലി വീണാലും ചീത്തപ്പേര് പടത്തിനാണേ. അങ്ങനെ ഒന്നുമില്ല, ബെന്നിയേട്ടൻ ചിന്തിക്കുന്ന പോലെ ഒന്നുമില്ല. ദേ, അച്ഛൻ ഇപ്പൊ ക്ലോക്കിന്റെ ഇടയിൽ നിന്ന് മുട്ടയും കൊണ്ട് വരുന്ന സമയവാ. നമ്മളെ രണ്ടുപേരെയും കണ്ട ആകെ പ്രശ്നമാവും. അവളുടെ അച്ഛന്റെ ഒരു മുട്ട കച്ചവടം ഇന്നത്തോടെ നിർത്തിക്കോടി. നിന്റെ അച്ഛന്റെ മുട്ട കച്ചവടം. ഈ തിയേറ്ററിലുള്ള ഒരു ജന്തുക്കൾക്കും നിന്റെ അച്ഛനെ കണ്ണെടുത്താ കണ്ടൂടാ. എന്താ എന്താന്നോ, ആരെങ്കിലും പറയുന്ന കല്ല് വെച്ച നുണക്കി അതിന്റെ ഇടയ്ക്ക് കൂടെ കയറി എന്ന് പറഞ്ഞത് സത്യമാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന കൊടും സൈക്കോലേടി നിന്റെ അച്ഛൻ. ബെന്നിയേട്ടാ, തീർന്നില്ല, കണ്ട പാവം പെൺപലികളിടുന്ന മുട്ട കട്ട എടുത്തോണ്ട് വന്ന് അത് കളറടിച്ച് ജംസ് മിഠായി എന്ന് പറഞ്ഞ് വിൽക്കുന്ന കൊടും ക്രൂരനല്ലേ നിന്റെ അച്ഛൻ. അത്രയല്ലേ എന്റെ അച്ഛൻ ചെയ്തുള്ളൂ. അല്ല, നിന്റെ അച്ഛൻ ചെയ്ത പോലെ സീറ്റിന്റെ അടിയിൽ കിടന്ന മസാല കപ്പലിന്റെ അടുത്ത് കഴുകി ഉണക്കി നിന്റെ അമ്മയ്ക്ക് പുലിപ്പല്ല എന്ന് പറഞ്ഞ് കൊണ്ടുകൊടുത്ത കള്ള ബെടുവിയല്ലേടാ നിന്റെ അച്ഛൻ. കപ്പലിന്റെയും കഴുത്തത്തിട്ടുണ്ട് 3 മാസം ഇവന്റെ അമ്മ ഉറും ഭരിച്ചു കിടന്നറിയോ.